നമസ്കാരം സുധി. എന്റെ സൂചിച്ചേട്ടന്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ടു. ഞാൻ അഭിനയിക്കുവാണ്, എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ അഭിനയിക്കും ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? കറക്റ്റാണ്, ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ ചേച്ചി ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പൊ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് കൊള്ളുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ അതൊരു ചർച്ചയാവണം എന്ന് കരുതിക്കൊണ്ടുമാണ് നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ ചെയ്യുന്നതും ഇന്റർവ്യൂസ് കൊടുക്കുന്നതും എന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഫസ്റ്റ് കോൺട്രവേഴ്സി ഉണ്ടായത് നമ്മളെ ദാസേട്ടൻ കോഴിക്കോട്, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ നിങ്ങൾ കൊടുത്തു. ശേഷം സ്പ്രേന്റെ വിഷയം വന്നു, വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്തു. പ്രതീഷിന്റെ കൂടെ ഒരുപാട് വിവാദങ്ങൾ വന്നു, അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുത്തു. നിങ്ങൾക്കത് ഏതെങ്കിലും രീതിയിൽ കൊള്ളുന്നത് കൊണ്ടാണല്ലോ അപ്പൊ ഇന്റർവ്യൂസ് ആയിട്ടും വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറീസും കൊണ്ടുവരുന്നത്. അപ്പൊ കൊള്ളുന്നില്ല എന്ന് പറയരുത്, കൊള്ളുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി. ഫസ്റ്റ് അത് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി, തളർച്ചയൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ കണ്ടിന്യൂ. മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സൂചിച്ചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അപ്പൊ ചടങ്ങിന് മാത്രമേ സങ്കടം പ്രകടിപ്പിക്കാവൂ എന്നുണ്ടോ? അതായത് കല്ലറയിലെ ചടങ്ങിന്റെ സമയത്തും കരയാം, വീട്ടിലെ ചടങ്ങിന്റെ സമയത്ത് കരയാൻ പാടില്ല, പള്ളിയിലെ ചടങ്ങിന്റെ സമയത്ത് കരയാമെന്നാണോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അല്ലെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ആളുകൾക്ക് അങ്ങനെ ഒരു വിഷയം, അതായത് അയാളുടെ ഓർമ്മകൾ കാണുന്ന സമയത്ത് ഫോട്ടോ കാണുമ്പോൾ ഇമോഷണലി പ്രശ്നം വരും. കല്ലറയ്ക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവും, തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അയാളുടെ ഓർമ്മകളുള്ള വീടാണെങ്കിൽ എന്തായാലും അത്തരത്തിലുള്ള വിഷമങ്ങൾ വീണ്ടും ഉണ്ടാവും. എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? കരഞ്ഞോണ്ടിരിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കൊന്ന് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ? ചിരിച്ചോളൂ, പക്ഷെ നിങ്ങൾ കൈകൊട്ടി ചിരിച്ച സന്ദർഭം തെറ്റിപ്പോയി. അലൻ ജോസ് പെരേര വീടിന്റെ മുമ്പ് ഡാൻസ് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാമായിരുന്നു, ഇത് സുധിച്ചേട്ടന്റെ 2ാമത്തെ ആണ്ടാണ്, ദയവ് ചെയ്ത് ഈ ഒരു പരിപാടി ചെയ്യരുത്, നമുക്ക് മറ്റൊരു ദിവസം ആക്കാം എന്ന് പറയാമായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്തില്ല, നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ്. എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. പിന്നെ ഈ നഷ്ടത്തിന്റെ കേസായിട്ട് അത് ഓരോരുത്തരുടെ പെരുമാറ്റം അറിയിക്കും അവരവരുടെ നഷ്ടങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് നഷ്ടമില്ല എന്നുള്ളതാണ് ആളുകൾ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് വിലയിരുത്തുന്നത്. വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ പ്രൊഫഷനെ ഞാൻ പറയുന്നില്ല. പ്രൊഫഷൻ ആവുന്ന സമയത്ത് മിങ്കിളായിട്ട് അഭിനയിക്കേണ്ടി വരും, അതൊക്കെ ശരി. പക്ഷെ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പൈസ ഇല്ല, ബാഗ് വാങ്ങാൻ പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഒന്നിനും ഒരു വിലയില്ലാത്ത പോലെയാണ് നിങ്ങൾ തന്നെ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. 2ാമത്തെ കാര്യം, നിങ്ങൾ സ്ക്രീനിലല്ലാത്ത സമയത്ത് മറ്റുള്ളവരുമായിട്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരുമായിട്ട് ഇടപഴകുന്ന രീതികൾ ആളുകൾക്ക് നമ്മളെ കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. 2ാമത്തെ റീസൺ അതാണ്. അപ്പൊ നഷ്ടങ്ങൾ ഒരാളുടെ പെരുമാറ്റം വിളിച്ചു പറയും. പ്രധാനമായിട്ട് ആ വീഡിയോന്റെ കേസായിട്ടും കൂടെ പറയും. കല്ലറയ്ക്ക് മുമ്പിലെ വീഡിയോ, നിങ്ങളുടെ സുധിച്ചേട്ടന്റെ മരണമാണ്, നിങ്ങൾ കല്ലറയ്ക്ക് മുമ്പിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈം അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരാൾ ക്യാമറയും കൊണ്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ പറയാമായിരുന്നു, എനിക്ക് കുറച്ച് പേഴ്സണൽ സ്പേസ് വേണം, സോ നിങ്ങൾ ക്യാമറയും കൊണ്ട് മാറി നിൽക്കുന്നു. ഇന്നേ വരെ നിങ്ങളുടെ ലൈഫിൽ ക്യാമറയും കൊണ്ട് നിങ്ങളുടെ ചോട്ടിലോട്ട് വരുന്ന ആരോട് നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും സമൂഹത്തിന് മുമ്പിലോട്ട് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ അന്നേ ദിവസം നിങ്ങൾക്ക് അത്ര റെസ്പെക്ട്ഫുൾ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ അലൻ ജോസ് പെരേരയുടെ ആ ഒരു കാര്യം, അത് വീഡിയോ എടുത്ത ആളെ നിങ്ങൾ വിമർശിച്ചേനെ, അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്ന് അവരെ താക്കീത് കൊടുത്തേനെ. പോരാത്തതിന് കല്ലറയുടെ മുമ്പിലോട്ടൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് അവരെ വിലക്കാമായിരുന്നു. അല്ലാത്ത സാധനങ്ങളൊക്കെ അവർ വീഡിയോ പിടിച്ച് പോസ്റ്റ് ചെയ്തോട്ടെ, അതിലൊരു കാര്യമുണ്ട്. ഓക്കെ, കിച്ചുവിന്റെ വീട്ടിലും ഇതേപോലെ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു, അവിടെയും ക്യാമറയും കൊണ്ട് ആളുകൾ ഉണ്ടായിരുന്നു, അവരുടെ വീട്ടിലും ആളുകൾ ചെന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടായിക്കോട്ടെ.